ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജ് ആണ്, പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു നോൺ വെജ് ആയിട്ട്. ഇത് സോസേജ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്, ചിക്കൻ സോസേജ്. ചിക്കൻ സോസേജ് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള ഏത് തരം സോസേജും ഉപയോഗിക്കാം. ബീഫ് സോസേജ് ആകാം, പോക്ക് വെച്ചിട്ടുള്ള സോസേജ് ആകാം, എന്താണെങ്കിലും. എന്തായാലും ഇതൊരു എന്താ പറയുക, ഒരു ഫ്രൈ പോലെ ഉള്ളൊരു ഡ്രൈ ഐറ്റമാണ്. ഇതൊരു സ്നാക്ക് ഐറ്റമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും. ഇച്ചിരി സ്പൈസി ആയിട്ട് നല്ല എരിവുള്ളൊരു ആയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോസേജ് മസാല എന്നാണ് ഇതിൻ്റെ പേര് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സോസേജ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ സോസേജ് 200 ഗ്രാം കഷ്ണങ്ങളാക്കി മുറിച്ചത്, സവാള 4 ഇടത്തരം കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി 1 കുടം ചതച്ചെടുത്തത്, പച്ചമുളക് 2 എണ്ണം നീളത്തിൽ മുറിച്ചത്, പിരിയൻ മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 1 ടീസ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/4 കപ്പ്, എണ്ണ 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്. അപ്പോൾ നമുക്കിനി സോസേജ് മസാല തയ്യാറാക്കാം. വളരെ എളുപ്പം, ഒരുപാടുമില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. ആദ്യം സോസേജ്. ഇതിപ്പോൾ ചിക്കൻ സോസേജിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. ചിക്കൻ സോസേജ് ചെറിയ ചെറിയ പീസസ് ആയിട്ട്, തീരെ ചെറുതല്ല, ഇങ്ങനെ മുറിക്കും, ചെറിയ റൗണ്ട് പീസസ് ആയിട്ട്. അത് മുറിക്കുന്നതൊക്കെ ഇഷ്ടത്തിന് മുറിച്ചോളൂ. ഞാൻ ഈ ഒരു ഷേപ്പിൽ മുറിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് എണ്ണ. ഇനി എണ്ണയുടെ കാര്യവും വെളിച്ചെണ്ണയിലും ചെയ്യാം, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലും ചെയ്യാം, ഏത് തരം എണ്ണയാണെങ്കിലും കുഴപ്പം. കുറച്ച് എണ്ണ ആദ്യം ഒഴിക്കാം, 2-3 ടേബിൾ സ്പൂൺ എണ്ണ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി ചതച്ചത്. നല്ലൊരു മണം, രുചി കൂടും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയാനാണെങ്കിൽ 2 ടേബിൾ സ്പൂണോളം വരും. ഇനി വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം, ഒരു നാടൻ രുചി വരട്ടെ. സോസേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ വിഭവമൊന്നുമല്ല, പക്ഷെ നമ്മളത് നാടനാക്കുകയാണ്. ആവശ്യാനുസരണം കറിവേപ്പില. അതുകൊണ്ട് ഒരു നാടൻ രീതിയിൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് ഏറ്റവും നല്ലൊരു പ്രത്യേക ഒരു നാടൻ രുചി കൂടുതലായിട്ട് വരും. പക്ഷേ നിർബന്ധമില്ല, ഏതെങ്കിലും തരം എണ്ണയിൽ, റിഫൈൻഡ് ഓയിൽ എങ്ങനത്തെ ആണെങ്കിലും കുഴപ്പം. ഇനി ഇതിനോടൊപ്പം തന്നെ പച്ചമുളക് 2 എണ്ണം നീളത്തിന് അരിഞ്ഞിട്ട് 2ആയിട്ട് പിളർന്നിട്ട് ഒന്ന് കുറുകെ 2 എണ്ണം. ഇതിൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങിയിട്ട് നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ നിറം ചെറുതായി മാറി തുടങ്ങി, ഒരുപാട് ബ്രൗൺ ആകരുത്, അതിന് മുന്നേ തന്നെ നമ്മൾ സവാളയും ചേർക്കും. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഹാഫ് സ്ലൈസസ്, അതായത് നീളത്തിന് അരിഞ്ഞിട്ട് അതിനെ വീണ്ടും കുറുകെ ഒന്നുകൂടി സവാളയും ചേർക്കും. ഇനി ഇത് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു ഇളം ബ്രൗൺ കളർ ആകുന്ന ഒരു പാകം, നിറം മാറാൻ തുടങ്ങണം. പക്ഷേ ആദ്യമേ തന്നെ നമുക്കൊരല്പം ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ അല്പം ആവശ്യത്തിനുള്ള അതും കൂടി ചേർക്കാം. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക്. ഇപ്പോൾ സവാളയുടെ നിറം ചെറുതായി മാറി തുടങ്ങുന്നു, ഒരു ലൈറ്റ് ബ്രൗൺ, ചില ഭാഗങ്ങളിലൊക്കെ ബ്രൗൺ ആയി വരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സോസേജിൻ്റെ കഷ്ണങ്ങൾ 200 ഗ്രാം. സോസേജിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റ് സമയം സോസേജും കൂടി കിടന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് വഴണ്ടെടുക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഉള്ളി കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരും, പിന്നെ സോസേജിൻ്റെ പീസസും ചെറുതായിട്ടൊന്ന് മൂക്കും, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവാളയെല്ലാം കുറച്ചുകൂടി മൂത്തിട്ടുണ്ട്. പിന്നെന്താ, സോസേജിൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറുതായി മൂത്ത് തുടങ്ങുന്നു. അതിലെല്ലാം ഒരു ചെറിയ ബ്രൗൺ സ്പോട്ട്സ് വന്നോളി. പിന്നെ ഇപ്പോൾ ശരിക്കും നല്ല മണമാണ് ആ സവാള മൂക്കുന്നത്. ആ വെളുത്തുള്ളി ഓൾറെഡി അതിനകത്തുണ്ട്, കറിവേപ്പിലയും എണ്ണയും എല്ലാം കൂടി കിടന്നിട്ട് സോസേജിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പണിയില്ല, പെട്ടെന്ന് കാര്യങ്ങൾ തീരും. ഇനി ഇതിപ്പോൾ 200 ഗ്രാം സോസേജ്, 4 സവാള, ഇത്രയാണ് അളവെങ്കിൽ ഒരു ഉണ്ട വെളുത്തുള്ളി. എളുപ്പമല്ലേ ഓർമ്മിക്കാൻ? അങ്ങനെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി നന്നായിട്ട് എടുക്കുക, ഒരു ഫുൾ ടേബിൾ സ്പൂൺ കുമിച്ചെടുക്കുക. പിന്നെ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുമിച്ചെടുക്കരുത്, ലെവൽ ടേബിൾ സ്പൂൺ. പിന്നെ എരിവ് നോക്കുക, അത്രയും പോലും വേണ്ടെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ചേർത്താലും മതിയാകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്തായാലും ഒരല്പം കൂടി വേണ്ടി വരും. എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചുമ വരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? മുളക് പൊടി മൂത്ത് തുടങ്ങി. നന്നായിട്ട് സോസേജിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. വേണമെങ്കിൽ അല്പം തീ കുറച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടുപ്പിൽ ഇടട്ടെ. ഇനി ഇതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ചേർക്കണം. വിനാഗിരി 1 ടീസ്പൂൺ, അത് ലേശം വിനെഗർ 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ, അതിൻ്റെ രുചി എത്ര ഇഷ്ടം അതനുസരിച്ച്. ഏതാണ്ട് കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അവസാനം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില വീണ്ടും ഇടാം. ആദ്യം കുറേ ചേർത്തതാണ് നമ്മൾ കറിവേപ്പില, പക്ഷെ ഇപ്പോൾ അവസാനം കുറച്ച് കറിവേപ്പില. അപ്പോൾ ഓറഞ്ച് ഗ്രീൻ കോമ്പിനേഷൻ നല്ല കളർഫുള്ളായിരിക്കുന്ന ഒരു ചുമന്ന മസാല, അതിനോടൊപ്പം മല്ലിയിലയും കറിവേപ്പില. ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ സോസേജ് മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചിക്കൻ സോസേജ് മസാല എന്ത് എളുപ്പത്തിലാണ് അത് ചെയ്തത്, കണ്ടില്ലേ? ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിന്നെ എരിവെല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് അതിൻ്റെ എരിവ് നോക്കുക. ഒരു സ്റ്റാർട്ടർ ഐറ്റമായിട്ടാണെങ്കിൽ വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് എരിവാകാം. അതല്ല, കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എരിവ് കുറച്ച് ചെയ്യുക. പക്ഷേ വീട്ടിലെ മുതിർന്ന പുരുഷന്മാർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നത്